ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ മനോഹറിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, സാറേ ഞാൻ വിളിപ്പിച്ചത് സാറിന് ബുദ്ധിമുട്ടായോ, തിരക്കായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാരമില്ല, നീ വിളിച്ചതല്ലേ, എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ സാറേ കല്യാണം മുടങ്ങിയല്ലേ, അവൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നല്ലേ എന്നൊക്കെ പറയാണ്. അതെ, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ വലിയൊരു തലവേദനയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്യാണം മുടങ്ങിയല്ലോ, അവന് കല്യാണം വേണ്ടെന്നല്ലേ പറയുന്നത്. അയ്യോ, അത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ദിലീപിനെ പോലെ ഒരാൾ കല്യാണം വേണം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നൊക്കെ പറഞ്ഞത് അത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്ത് ചെയ്യാനാ, ദിലീപിനെയും കുറ്റം പറയാനായിട്ട് പറ്റില്ലടാ. അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു നാശനഷ്ടമല്ല സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ ഇനിയും ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് മീഡിയക്ക് മുന്നിൽ ദിലീപ് പറഞ്ഞത്. ദിലീപിനെ നമുക്ക് ആർക്കും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. ഗംഗാപ്രസാദിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങി കളിക്കാൻ നേരത്ത് ആർക്കും ഒരു ഭയം തോന്നും എന്ന് പറയാ. അപ്പോഴേക്കും സാറേ, ഈ ഗംഗാപ്രസാദിൻ്റെ നമ്പറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ വിളിച്ചിങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയാനായിരുന്നു. അങ്ങനെയെങ്കിലും അവനെ തീർക്കായിരുന്നു. പക്ഷേ ഇതോ അങ്ങനെയില്ലല്ലോ. അവൻ ഏത് നമ്പറിലാണ് എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് പോലും പറയാനായിട്ട് പറ്റില്ലല്ലോ സാറേ. അതൊക്കെ വിട്ടേര്, നീ ഇപ്പം എന്താ എന്നെ വിളിച്ച് വരുത്തിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാറേ, ഇത് പിടിക്കണം സാറേ. ഇതെന്താടാ ഇത്? അത് കുഞ്ഞുടുപ്പാ സാറേ, എൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ഇങ്ങനത്തുള്ള ഏർപ്പാടുകളൊന്നും വേണ്ട എന്ന്. സാറേ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. സരയുവിന് നിന്നെ തീരെ ഇഷ്ടമല്ല മനോഹരെ, അതുകൊണ്ട് നീ ഇതും കൊണ്ട് ഇനി വരാനായിട്ട് നിൽക്കരുത്. ഞാൻ പല പ്രാവശ്യം ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. സാറേ എനിക്കറിയാം, അവൾക്ക് എന്നോ തീരെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. അവളോടും മറ്റുള്ള പെണ്ണുങ്ങളോടും ഒക്കെ അത്രയും വലിയ ദ്രോഹങ്ങളല്ലേ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് കുട്ടി പോകുന്നില്ല. അവൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞിനെ. അതുകൊണ്ടാ കുഞ്ഞെന്നിൽ നിന്ന് മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്തൊരു കാര്യമാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും, എടാ ഞാൻ എന്തും പറഞ്ഞാണ് ഈ ഉടുപ്പ് കൊണ്ടേ കൊടുക്കുന്നത്, നീ കൊണ്ടുവന്ന് കൊടുത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് സ്വീകരിക്കുമോ? ഇല്ലല്ലോ സാറേ, ഞാൻ കൊണ്ടുവന്നതെന്ന് പറയണ്ട സാറേ, സാർ മേടിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ മോൾക്ക് എനിക്ക് ഇതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. വലിയ വലിയ സ്വപ്നങ്ങളിലേക്കൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റില്ല സാറേ. എന്നെക്കൊണ്ട് കഴിയാവുന്നത് എൻ്റെ മോൾക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കൈ വിടരുത് സാറേ. എടാ, നീ ഇനിയെങ്കിലും ഒന്ന് മാറ്. ഇല്ല സാറേ, ഞാനിനി ജയിലിലേക്ക് പോകുന്നത് വരെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. എനിക്ക് ആ കുഞ്ഞിനെ കാണണം, അതിനോട് ചിരിക്കണം, കളിക്കണം, സംസാരിക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹമുള്ളൂ സാറേ. അല്ലാതെ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേപോലെ ചില ചില ആഗ്രഹങ്ങൾ അത്രയും മാത്രമേ ഉള്ളൂ സാറേ എന്നൊക്കെ പറയണം. ശരി, ഞാൻ ഏതായാലും ഈ ഡ്രസ്സ് മേടിച്ച് ഞാൻ സരയുടെ കയ്യിൽ കൊടുക്കാം. ഞാൻ മേടിച്ചതെന്നു പറയാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നീ തന്നുപോയില്ലേ. നിന്റെ സ്വഭാവം മാറിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. നിന്റെ കൂട്ടിന് ഞാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ പോലും വെറുക്കും. എല്ലാം വേണ്ടെന്ന് വയ്ക്കും അവൾ. അതേപോലുള്ളൊരു വാശി നടക്കുകയാണ് സരയും. ശരി, എങ്കിൽ പിന്നെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് കിരൺ വണ്ടി കയറി പോവാ. മനോഹരനാണെങ്കിൽ ഡ്രസ്സൊക്കെ കൊടുത്തെന്നറിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാരിയാണ്. അപ്പോൾ ഷാരിയും സരയും കൂടി കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കിരൺ കയറി വരുന്നത്. ഇത് ആര്, കിരണോ, വാ കിരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരവാണെന്ന് തോന്നുന്നു. ശരിയാ സരയു, ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ കല്ലുമോനും ഡ്രസ്സൊക്കെ മേടിച്ചേ. അതിനിടയിൽ ഞാൻ കുഞ്ഞിനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം. അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ, എന്തിനാണ് ഇത്ര പൈസയൊക്കെ എല്ലാം കളയുന്നത്? കൊച്ചിന് ഡ്രസ്സൊന്നും വേണ്ടായിരുന്നല്ലോ കിരണേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല. കല്ലുമോൻ എടുത്തപ്പോൾ പിന്നെ കുഞ്ഞിനെ എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് കുഞ്ഞിന് 2-3 ഡ്രസ്സ് ഞാൻ എടുത്തു എന്ന് പറയാം. ഈ ഡ്രസ്സ് അങ്ങോട്ട് പിടിച്ചേ, നോക്കിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ സരയു സന്തോഷത്തോടെ ആ ഡ്രസ്സ് അങ്ങോട്ട് മേടിക്കുകയാണ്. അല്ല, ഈ ഗംഗാപ്രസാദിൻ്റെ കാര്യം അത് വല്ലാത്തൊരു ഇത് തന്നെയാണല്ലേ. കല്യാണം മുടങ്ങിയാലോ എൻ്റെ കിരണേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവൻ അങ്ങനെയാണല്ലോ, ഇനിയും കുറേ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും. അതുകൊണ്ടാണ് ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്ന് പറയുകയാണ്. എന്നാൽ അവനെപ്പോലൊരു ദുഷ്ടൻ. പക്ഷേ ഈ ഗംഗാപ്രസാദ് ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. പക്ഷേ നമ്മുടെ മനോഹറാണെങ്കിൽ അവന് കുറേ ദുഷ്ടതയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൻ്റെ സ്വഭാവം നല്ലതാ. അവൻ അടിമുടി മാറിയെന്നും പറയുകയാണ്. ഇത് കേട്ട് സരയുവിന് തീരെ ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞത്?
മനോഹർ മാറിയെന്നോ? ഗംഗാപ്രസാദിനെക്കാളും നല്ലതാണെന്നോ? അവന് ഇവനൊക്കെ കണക്കാണ്. അവൻ കൊലപാതകങ്ങൾ ചെയ്യുന്നു, ഇവൻ പെണ്ണുങ്ങളെ എല്ലാം വഞ്ചിക്കുന്നു. ഇതിൽ എന്താണ് വ്യത്യാസം കിരണേ? അതുകൊണ്ട് മനോഹറിനെ നല്ല പുള്ള കെട്ടാനായിട്ട് നീ നോക്കണ്ട എന്നൊക്കെ പറയണം. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല, നീ ഏതായാലും ഡ്രസ്സ് നോക്ക് സരയൂ എന്ന് പറയാം. അങ്ങനെ സന്തോഷത്തോടെ സരയു കുഞ്ഞിന് കൊടുത്ത ആ ഡ്രസ്സ് നോക്കുക. ഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശാരിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നോക്കിയേ, നല്ല ഭംഗിയുള്ള ഡ്രസ്സാ, നോക്കിയേ മോളൊന്ന് ഇട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ നിങ്ങളെ ഇവിടെ ഡ്രസ്സൊക്കെ നോക്ക്, ഞാൻ പോയി അച്ഛനമ്മയും കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഏതായാലും മോളെ നല്ല രസമുണ്ടല്ലോ ഡ്രസ്സൊക്കെ. ശരിയാണ്, കറക്റ്റ് പാകമാണല്ലോ, കറക്റ്റ് അളവിൽ തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത് കിരൺ. അല്ലെങ്കിലും കിരൺ അറിയാലോ ആർക്ക് എന്തൊക്കെ എടുക്കണമെന്ന് നന്നായിട്ട് അറിയാലോ കിരൺ എന്നൊക്കെ ശാരി പറയാം. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഇവർ രണ്ടുപേരുടെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ഏതായാലും അപ്പോൾ CS അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായിട്ടോ. അവൻ അങ്ങനെ ഒരു നാടകം കളിക്കട്ടേന്നേ, എന്നാലേ ഈ ഗംഗാപ്രസാദിന് മനസ്സിലാവുള്ളൂ. ഗംഗാപ്രസാദ് വഴി മാറി നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അവൻ കല്യാണം മുടക്കാനായിട്ട് വരും. അതേ അച്ഛാ, അത് തന്നെയാണ് ദിലീപിൻ്റെയും പ്ലാന്. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം, അതിനു വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മതിയാവുള്ളൂ. അതുകൊണ്ടാ ദിലീപ് മീഡിയയുടെ മുന്നിൽ പോയി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് വരെയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നന്നായി മോനെ എന്നൊക്കെ പറയാം. അപ്പോൾ രൂപയാണെങ്കിൽ അല്ല, ഇനി അവൻ സത്യങ്ങൾ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൻ എന്തെല്ലാമാണ് ഒപ്പിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. കല്യാണം മുടങ്ങിയെന്ന് അവൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇനി കല്യാണം മുടങ്ങിയിട്ട് ഇനിയും ഈ കാർത്തികയുടെ അമ്മയെയും വെറുതെ വിടുവോ? അങ്ങനെയൊന്നും വിടേന്നുമില്ല, അവൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട് എന്ന് ഇവർ സംസാരിക്കാം. അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സരയു വരുന്നത്. അപ്പോൾ സരയു ഇവരുടെ സംസാരം എന്തെങ്ങനെ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവിടെ അങ്ങനെ ഇരിക്കുക, അവിടെ നിൽക്കുകയാണ് ഇവർ കാണാതെ. അപ്പോൾ നമ്മുടെ കിരൺ ഞാൻ വരുന്ന വഴിയേ മനോഹറിനെ കണ്ടായിരുന്നു. മനോഹറിനാണെങ്കിൽ ആകെ സങ്കടം, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല, ആകെ സങ്കടം കൊണ്ട് കിടക്കുക. ആ സമയത്ത് മനോഹരൻ്റെ കയ്യിലേക്ക് 2-3 ഡ്രസ്സ് തന്നു. അപ്പോഴാണ് സരയു ഇതെല്ലാം കേൾക്കുന്നത്. അപ്പോൾ സരയുവിന് മനസ്സിലായി മനോഹറാണ് ഈ ഡ്രസ്സ് കൊടുത്തു വിട്ടേന്ന്. അപ്പോൾ കിരൺ അവരോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്, ആ ഡ്രസ്സും കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. സരയുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. മനോഹർ തന്നാന്ന് പറഞ്ഞാൽ അവൾ മേടിക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ കല്ലുമോന് ഡ്രസ്സ് എടുത്തപ്പോൾ കൊച്ചിനും ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ മനോഹർ മാറിയെന്ന് പറഞ്ഞാലും സരയു വിശ്വസിക്കില്ലല്ലോ. എങ്ങനെ സരയുവിനെയും കുറ്റം പറയാൻ പറ്റില്ല, അവളോട് അത്രയും വലിയ ദ്രോഹമല്ലേ ചെയ്തിരിക്കുന്നത് എന്ന് രൂപയും CS ഒക്കെ പറയാം. അതെ, അത്രയും വലിയ ദ്രോഹം തന്നെയാണ്. പക്ഷേ ഈ ഗംഗാപ്രസാദിനെ പോലെ അല്ലല്ലോ, അവനവൻ്റെ തെറ്റുകൾ മനസ്സിലായി. ഇപ്പം എല്ലാം മറന്ന് ആ കുഞ്ഞിനെ കാണുമെന്ന് മാത്രമാണ് അവൻ്റെ ആഗ്രഹം. അതെങ്കിലും അവൾക്ക് സാധിച്ചു കൊടുക്കാൻ പാടില്ലേ? അവൾ അതൊന്നും സാധിച്ചു കൊടുക്കില്ലെന്നേ. മനോഹറിനെ കണ്ടാൽ തന്നെ വെട്ടിക്കീറാൻ വേണ്ടി നടക്കുകയാണ് സരയു. അപ്പോൾ ഇതൊക്കെ സാധിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പാവം മനോഹറിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് മനോഹറിൻ്റെ മനസ്സ് മാറി. മനോഹറിൻ്റെ സ്വഭാവം നല്ലതായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് കല്യാണി അന്ന് സരയു ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് മനോഹറിനെ കാണാനായിട്ട് ഓടി ചെന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു ആകെ അങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് കേൾക്കുന്നത്? സരയു ഇതുവരെയും അറിയാത്തൊരു സംഭവമാണ് ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മനോഹരൻ ആ സമയത്ത് കാണിക്കാനും പറ്റിയില്ല. സരയു സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാം വെട്ടിക്കീറി മുറിച്ചാനായിരുന്നു. അതേപോലുള്ള ദേഷ്യം സരയുനുണ്ട്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. മനോഹരനോടൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, കുഞ്ഞിനെ കാണാൻ വരണ്ട, അവൾക്ക് അത് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ സരയുവിൻ്റെ സ്വഭാവമെങ്കിലും മാറിയാൽ മതിയായിരുന്നു. അങ്ങനെ മാറിയിരുന്നെങ്കിൽ സരയുവിനെയും മനോഹരനെയും ഒന്നിപ്പിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സരയുവിന് ആ ഡ്രസ്സൊക്കെ നോക്കി ഇപ്പം തന്നെ വലിച്ച് കീറി പറിച്ച് കളയാനായിട്ടുള്ളൊരു ദേഷ്യം സരയുവിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ സരയു അവിടെ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ കിരൺ വീണ്ടും ആവർത്തിച്ചിങ്ങനെ സംസാരിക്കുകയാണ്, അവളുടെ മനസ്സ് മാറൂല, അവളിനി മനോഹരനായിട്ട് ഒന്നിക്കൂല. നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കിയതല്ലേ അവൻ്റെ സ്വഭാവമൊക്കെ മാറിയെന്ന്. പക്ഷേ അവൾക്കെന്തോ അവനെ ഇനി ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ എന്നൊക്കെ പറയാം. പിന്നീട് നമ്മുടെ സരയു ആണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം കേട്ട് നേരെ ഓടി ചെല്ലുകയാണ്. അപ്പം ശാരിയാണെങ്കിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം സരയുവിൻ്റെ ആ ഒരു ദേഷ്യവും ഭാവം ശാരി ഇങ്ങനെ തുറിപ്പിച്ച് തന്നെ നോക്കുകയാണ്. മോളെ എന്താ പറ്റിയത്? നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്? അല്ല, പോയപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാം. അതെ, ഞാൻ ദേഷ്യത്തിലാണ്. അതിനിപ്പോൾ എനിക്കെന്താ ദേഷ്യപ്പെടാൻ പാടില്ലേ? ദേഷ്യപ്പെടണമെങ്കിലും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോ?
എന്ന് ഭയങ്കര ഒരു അരിശത്തോട് ചോദിക്കണം. മോളെ അതിനിപ്പോ എന്താണ് മോളെ ഉണ്ടായത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കണം. സംഭവിച്ചത് അങ്ങനെ പലതും ഉണ്ട്. അപ്പോഴാണ് കിരൺ വരുന്നത്. അപ്പൊ കിരൺ ചോദിക്കണം, എന്ത് പറ്റി, എന്തിവിടെ ഒച്ചപ്പാടും ബഹളം? അപ്പോ സറി ഒന്നും അറിയാത്ത രീതിയിൽ നമ്മുടെ കിരണിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട്, ഒന്നുമില്ല കിരണേ, അതെ കിരൺ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരാൻ വന്നേ. എന്തിനാ സരയു? അതെനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്നേ, അതുകൊണ്ടാ. അത് ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ സരയു, എന്തിനിപ്പോ പുറത്തേക്ക് പോകുന്നത്? ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമല്ലേ കിരൺ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ പുറത്തേക്ക് വിളിച്ചത്. ഞാൻ ഒന്ന് പുറത്തേക്കൊന്ന് വാ കിരൺ, എനിക്ക് കാര്യം പറയാനുണ്ടെന്നേ. എങ്കിൽ വാ, ശരി, നമുക്ക് പുറത്തേക്ക് പോയി സംസാരിക്കാം. അതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡ്രസ്സും കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ സരയു നേരെ കിരണിനെ അടുക്കളയിലോട്ട് കൊണ്ടുപോകണം. നീ എന്തിനാ അടുക്കളയിലോട്ട് വന്നിരിക്കുന്നത്? പറയാനേ, നീ എന്താ തപ്പുന്നത്? തീപ്പെട്ടിയാ തപ്പുന്നത്? തീപ്പെട്ടി എവിടെ? തീപ്പെട്ടിയോ? എന്തിനിപ്പോൾ തീപ്പെട്ടി തപ്പുന്നത്? എന്താ സരയു, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കാം. അതൊക്കെ പറയാം. തീപ്പെട്ടി കിട്ടി. അവങ്ങനെ സരയു ആ തീപ്പെട്ടി എടുത്തിട്ട് വാ, നമുക്ക് എന്നിട്ട് പുറത്തേക്ക് പോകാം, അധികം താമസിക്കാതെ എന്താ കാര്യമൊന്നും നിനക്ക് മനസ്സിലാകും, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കിരണിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. കിരൺ ഒന്നും മനസ്സിലായിട്ടുമില്ല. അങ്ങനെ നമ്മുടെ സരയു ഇതിനുള്ളിൽ 2 ജോഡി ഡ്രസ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തിട്ട് നേരെ വലിച്ചെറിയുക. 2 ഡ്രസ്സും വലിച്ചെറിയ. സരയു എന്തേ കാണിക്കുന്നത്, വിടറ എന്നെ എന്ന് പറയുകയാണ് നമ്മുടെ സരയു. നീ എന്തേ കാണിക്കുന്നത്? ഇതേ ഞാൻ കത്തിക്കാനായിട്ട് പോവാണ്, കത്തിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തീപ്പെട്ടി വരച്ചത് കത്തിക്കാണ്. സരയു നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ എനിക്ക് ഭ്രാന്താണ്. ഇത് ആരാടാ മേടിച്ചുകൊണ്ടുവന്നത്? പറയടാ, എന്നോട് സത്യം പറ. മനോഹർ അല്ലേ? മനോഹർ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി മേടിച്ച് നിന്റെ കൈ തന്നതാണല്ലേ? എടാ, നീ നിന്റെ അച്ഛനോടും അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഇനി എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്? അവൻ്റെ ഒരു സാധനം കൊണ്ടുവരുതെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത്? സരയു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ എന്നോട് ഇങ്ങനെ ചെയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് സരയു ഈ കിരണിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും ദേശം ആരി വരുന്നു. അയ്യോ എന്താ ഇവിടെ, എന്താ നടക്കുന്നത്, ഇതെന്തെങ്കിലും കഥ, എന്ത് കിരണേ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സംഭവിച്ചു കിരണേ, എന്തിനാ ഇതാ ആര് കൊടുത്തു വിട്ടാന്നറിയാവോ ഈ ഉടുപ്പുകളെല്ലാം? ഇത് മനോഹറിന്റെ കിരണിന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്, മോൾക്ക് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഈ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇവര് എല്ലാരും കൂടി ചേർന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു. കിരണേ, വേണ്ട കിരണേ, ഇനി എന്നോട് നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും സരയു ആണെങ്കിൽ കിരൺ ആണെങ്കിൽ സരയു എന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതാണ് മനോഹറിൻ്റെ സ്വഭാവമൊക്കെ മാറിയെന്ന്. അവനിപ്പോൾ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവനും ഇടപെടാനുള്ള അവകാശമുണ്ട്, ഓരോ അവകാശവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തർക്കിക്കുകയാണ്. എനിക്ക് ഇനി നിന്നോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് പോവാ. അപ്പോൾ കിരൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശാരിയാണെങ്കിൽ എൻ്റെ ദൈവമേ, അപ്പോൾ അവൻ ചെയ്തത് വലിയൊരു ഇതായി പോയല്ലോ. അവനപ്പോൾ മനോഹർ കൊടുത്തുവിട്ട ഡ്രസ്സാണല്ലേ കൊണ്ടുവന്നത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മോളെ, ഞാൻ കൈകൊണ്ട് പോലും പിടിക്കില്ലായിരുന്നു. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. അതെ, ചതി തന്നെയാണ്. പക്ഷേ എനിക്കിത് ചോദിച്ചേ മതിയാവുള്ളൂ. ഇനി എനിക്കിത് ചോദിക്കാം. എനിക്ക് ഇവരാരെയും ഇതാക്കാൻ താല്പര്യമേ ഇല്ല. എനിക്ക് ഇവരെല്ലാവരും മനോഹറിൻ്റെ സപ്പോർട്ടാണ്. അങ്ങനെ സപ്പോർട്ടുള്ളവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ പറയണം. മോളെ, നീ ഇങ്ങനെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല. നമുക്കിവിടെ നിന്ന് പോകേണ്ടി വരും. പോകണം. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെങ്കിലേ നമ്മൾ 3 പേരും കൂടി ഇറങ്ങും. അവൻ്റെ കമ്പനിയിലെ ജോലിയും എനിക്ക് വേണ്ട. ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ടേ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ ജോലി ചെയ്യും. നിങ്ങളും എല്ലാം വീട്ടിലും കയറി പാത്രം കഴുകി ജീവിക്കുക. അതാ നല്ലത്. അല്ലാതെ ഇവരുടെയും ആട്ടും തുപ്പും കേട്ടൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും മനോഹറിനെ സ്നേഹിക്കുന്നവരെ എനിക്കും ഇഷ്ടമല്ല. അത് കിരണാണെങ്കിലും കല്യാണി ആണെങ്കിലും ആരാണെങ്കിലും ശരി, മനോഹർ എൻ്റെ ശത്രുവാണ്. അപ്പോൾ മനോഹറിനെ സ്നേഹിക്കുന്ന ആരെയും എനിക്കും കൂട്ടുകൂടാൻ താല്പര്യമില്ല എന്ന് നമ്മുടെ സരയു പറയാണ്. അപ്പം സരയുവിൻ്റെ ആ ഒരു തീരുമാനത്തിൽ ഈ ശാരി ആകെ ഞെട്ടി നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം പോകണമെന്നുണ്ടെങ്കിൽ പോന്നോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഒപ്പം പോരെയൊന്നുമില്ല. നിങ്ങൾ ഞാൻ തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പലതും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് സരയു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശാരിക്ക് ഭയങ്കര സങ്കടം തോന്നുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.